എൻ്റെ അടുത്ത സുഹൃത്ത് നന്ദനും ഞാനും കൂടെ രാവിലെ ചെടി വാങ്ങിക്കാൻ പോവുകയാണ്. കൂടെ എൻ്റെ സഹോദരിയുണ്ട്. അപ്പോൾ ചെടി വാങ്ങിക്കാൻ പോകുന്നത് മാത്രമല്ല കേട്ടോ, എൻ്റെ സുഹൃത്ത് നന്ദൻ ഒരു നഴ്സറി തുടങ്ങാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ ഈ കാണുന്ന നഴ്സറി പിറവത്തുള്ള നഴ്സറിയാണ്, വർഗീസേട്ടൻ്റെ. ഞങ്ങളുടെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ്. കൂട്ടുകൂടുന്നതിനങ്ങനെ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ടായാൽ മതി എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് വർഗീസേട്ടൻ. ഈ കാണുന്ന ചെടികളൊക്കെ പുതുതായിട്ട് വർഗീസേട്ടൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. ഈ യെല്ലോ ചെത്തിയുടെ വില 500 രൂപയാണ്. പുള്ളി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും, നേരിട്ട് ചെല്ലുവാണെങ്കിൽ. ചെടി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണെങ്കിലും വർഗീസ് ചേട്ടനോട് നഴ്സറി തുടങ്ങുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാനും ഒക്കെ ആയിട്ട് കൂടിയാണ്. ഇത് ഹിമാലയനാണ് കേട്ടോ. ഇഷ്ടംപോലെ പുതിയ കളക്ഷൻസ് ഇവിടെ അടുത്ത ദിവസം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്നോട് വർഗീസ് ചേട്ടൻ പറഞ്ഞു, എടാ നീ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല, ഒരാഴ്ച കഴിയുമ്പോൾ നല്ല കളക്ഷൻസ് വരും, അപ്പോൾ നീ വീഡിയോ എടുത്തു. ഞാൻ പറഞ്ഞു, എൻ്റെ വീഡിയോ എടുത്തിട്ട് ഒരു കാര്യമില്ല, ആര് കാണാൻ, ആകെ ഇപ്പോൾ 50 സബ്സ്ക്രൈബേഴ്സായി. എന്നാൽ ഈ കാണുന്ന 50 സബ്സ്ക്രൈബേഴ്സും എൻ്റെ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരും അല്ല കേട്ടോ. ഞാൻ ആർക്കും തന്നെ ഈ ചാനൽ അയച്ചു കൊടുത്തിട്ടില്ല. ഈ ചാനലിലേക്ക് എത്തിപ്പെട്ടവരെല്ലാം തന്നെ ചെടികളെ സ്നേഹിക്കുന്ന, ഈ പച്ചപ്പിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ കാണുന്ന ബ്ലാക്ക് കളർ റബ്ബർ പ്ലാന്റ്സ് അവിടെ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ കളക്ഷനുണ്ട്. പിന്നെ ഈ കാണുന്ന എല്ലാവിധ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും കളക്ഷൻ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും കളക്ഷൻ അവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. ഒന്നിൽ കൂടുതൽ പീസ് എല്ലാ ചെടിയും ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ള ബേർഡ് നെസ്റ്റ് ഫേണും ഒക്കെ ഞാൻ വാങ്ങിയത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. വർഗീസ് ചേട്ടൻ്റെ നഴ്സറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ അടുത്ത് കൂടുതലുള്ള ചെടികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വർഗീസ് ചേട്ടൻ്റെ അടുത്ത് കൊണ്ടേ കൊടുത്തിട്ട് ഒരു ബാർട്ടർ സിസ്റ്റം പോലെ ചെടി വാങ്ങിക്കാം. ഈ കാണുന്നതാണ് കേട്ടോ വർഗീസ് ചേട്ടൻ. ആളൊരു സൗമ്യനാണ്. ഇത് വർഗീസ് ചേട്ടൻ ഏതോ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചെടികളാണ്. ഇത് ഇരട്ടിപ്പിക്കാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ അഡീനിയത്തിൻ്റെ ഒക്കെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. അഡീനിയം ഉണ്ട്. മഴ സമയത്ത് കച്ചവടമൊക്കെ ഉണ്ടോ? മഴ സമയത്ത് കച്ചവടം കുറവാണ്. മാവ് ബഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരാളെ വർഗീസ് ചേട്ടൻ നോക്കുന്നുണ്ട് കേട്ടോ. മാവ് ബഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മാവല്ല, ബൾക്ക് ഓർഡർ തന്നെയാണ്. ഏതോ അച്ചാറുന്ന ടൈപ്പ് ഒരു മാവുണ്ട് വർഗീസ് ചേട്ടൻ്റെ വീട്ടിൽ, അത് ബഡ് ചെയ്ത് കൊടുക്കണം. അതിനാണ് ആളെ നോക്കുന്നത്. ഇത് വർഗീസ് ചേട്ടൻ്റെ നഴ്സറിയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ്. ഞാനും സുഹൃത്ത് നന്ദനും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പോയി ചെടി വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ഒന്നിച്ച് പോയി ഒറ്റയടിക്ക് കുറേ പൈസക്ക് ചെടി വാങ്ങിക്കാറില്ല. 100-150 രൂപയുടെ ചെടി എന്തെങ്കിലും ഓരോ ആഴ്ചയിലും വാങ്ങിക്കും. ഇങ്ങനെ ഇപ്പോൾ ഇത് വർഷങ്ങളായി തുടരുന്നൊരു പതിവാണ്. ഇത് നമ്മുടെ ബേർഡ് നെസ്റ്റ് ഫേണാണ്. വില നോക്കി 150 രൂപ. പക്ഷേ എനിക്ക് വർഗീസ് ചേട്ടൻ 150 രൂപയ്ക്ക് വലിയൊരു പീസാണ് തന്നത്. ഇവിടെ നല്ല കളക്ഷനുണ്ട്. പ്ലാന്റ്സ് മാത്രമല്ല, നിങ്ങൾക്ക് ഫ്രൂട്ട്സോ ഒട്ടുമിക്ക എല്ലാ തൈകളും അവിടെ ഉണ്ട്. ഇത് നമ്മുടെ പിക്ചർ പ്ലാന്റ് ആണ്, ഇരപിടിയൻ സസ്യം. വർഗീസ് ചേട്ടൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദു ഒരു നഴ്സറി തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇടം വല്ലതും നോക്കാതെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നതാണ് വർഗീസ് ചേട്ടൻ. വർഗീസ് ചേട്ടൻ നല്ല രീതിയിൽ സംസാരിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിരിക്കുന്ന ധാരണ നന്ദുവിന് കൊടുത്തു. അദ്ദേഹത്തിന് ഒരാൾ ഈ ബിസിനസ്സിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ കുറച്ചും കൂടി സന്തോഷമാവുകയാണ് ചെയ്തത്. വർഗീസ് ചേട്ടൻ്റെ അടുത്ത് നിന്ന് ആകെ കൂടെ വാങ്ങിയത് ഈ ബനിയൻ ട്രീ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ ബനിയൻ ട്രീ ചട്ടി മാത്രമാണ് വാങ്ങിയത്. ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്.